എന്താ മോനെ സുഖിച്ചോ? സുഖിച്ചു, നന്നായിട്ട് സുഖിച്ചു. സുഖിക്കും. അല്ല, നിനക്ക് ഈ ഓഫീസ് സമയം എന്നതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? നീ ആ വാച്ചിലോട്ടൊന്ന് നോക്കിയേ. ഇവിടെ പഞ്ചിങ് പ്രോപ്പർ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തോന്നുന്ന സമയത്ത് കയറി വരാൻ എന്താ ഒരു മര്യാദ വേണ്ടേ? അത് പിന്നെ എനിക്ക് രാവിലെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്ത് മീറ്റിംഗ്? ഈ AP ബിൽഡേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ എന്നപ്പോൾ കേട്ടോ. അവരുമായിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു രാവിലെ തന്നെ. എന്നിട്ട് നീ അത് എൻ്റെ അടുത്തൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എടാ അതിന് ഇന്നലെ രാത്രിയായിരുന്നു അവർ വിളിച്ചത്, അതുകൊണ്ട് രാവിലെ തന്നെ പോകേണ്ടി വന്നു. അല്ല, നീ ആ ബിൽഡേഴ്സിൻ്റെ പേര് ഒന്നുകൂടി പറഞ്ഞേ. AP ബിൽഡേഴ്സ് എന്താ? നമ്മുടെ രാജീവ് ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയല്ലേ? ആണെന്ന് തോന്നുന്നു. ആണല്ലേ? ഇപ്പം എനിക്ക് നിന്റെ ശുഷ്കാന്തി മനസ്സിലായി. റിയാസിന്റെ കല്യാണത്തിന് മുമ്പുള്ള വെള്ളടി പാർട്ടി വെച്ചിട്ട് അവൻ നമ്മളോട് സംസാരിക്കാൻ വന്ന ഓർമ്മയുണ്ടോ? അവന് കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? അവൻ നമ്മുടെ അടുത്ത് സംസാരിക്കാനൊക്കെ വന്നിരുന്നു. ഒറ്റ ബീക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ലല്ലേ? എടാ ഞാൻ അന്നേ അടിച്ച് നല്ല ഓഫ് ആയിരുന്നു, എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നു. എടാ ചുമ്മാ തള്ളല്ലേ. അവൻ നമ്മളോട് സംസാരിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ അടി തുടങ്ങിയിട്ടില്ല. ആണല്ലേ? അവൻ നമ്മളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ നീ അവൻ്റെ അടുത്ത് ചോദിച്ചു അവൻ്റെ ഓഫീസിൽ നല്ല വല്ല പെമ്പിള്ളാരുണ്ടോന്ന്. അപ്പോൾ അവൻ പറഞ്ഞു പുതിയൊരു കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. കാണാൻ രശ്മിക മന്ദനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട പാടെ തന്നെ നിന്റെ വായിന്ന് വളവളാതെ വെള്ളം വീഴുന്നത് ഞാൻ കണ്ടാണ്. എനിക്ക് മനസ്സിലായി നിന്റെയൊക്കെ സ്വഭാവം വെച്ചിട്ട് നീ അത് ഫോളോ അപ്പ് ചെയ്തായിരിക്കും അല്ലേ? എടാ ഒരുപാട് അനാവശ്യം പറയുന്നത് ഒന്നില്ലെങ്കിൽ ഞാൻ നിന്റെ കമ്പനിക്കാരനല്ലടാ. എനിക്കുണ്ട് സെൽഫ് റെസ്പെക്ട് ഒക്കെ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ രാജീവിനെ ഒന്ന് ഇപ്പോൾ വിളിക്കാം. നീ അവനെ ഫോളോ അപ്പ് ചെയ്തിട്ട് അവളെ മീറ്റ് ചെയ്യാനുള്ള പരിപാടി ചെയ്തതല്ലാന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ നിന്നെടുത്ത് മാപ്പ് പറയും. എന്തേ, ഓക്കെ ആണോ? ഞാൻ ഓക്കെയാണ്. അതെ, തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ഞാൻ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെയോ? ആയിക്കോട്ടെ, എന്നാ ശരി. അല്ലായാലും തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നു? ആയിക്കോട്ടെ. എടാ നീ വെറുതെ അവന്റെ സമയം കളയല്ലേ. ആ പാവം ഞാൻ അങ്ങ് സഹിച്ചു. എടാ നീ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഓക്കെ. രാജീവേ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ച. എടാ ഒരുമാതിരി പോക്കിത്തരം കാണിക്കരുത്. എടാ സമ്മതിച്ച്, ഞാൻ അവളെ കാണാൻ പോയതാ. നിങ്ങൾ സമ്മതിച്ചാൽ പോരെ, എന്തിനാണ് വെറുതെ ഇവിടെ കിടന്ന് മെഴുകാൻ നിൽക്കുന്നത്? അത് പിന്നെ മതി മതി, ഇനി ഇങ്ങനെ പുഴുങ്ങി നിൽക്കുന്നത് കൂടി കാണാനുള്ള ത്രാണി എനിക്കില്ല. അതല്ല, പോയിട്ട് എന്താ അവളോട് അയലവ് പറഞ്ഞു നീ? ഒത്തില്ല. അതെന്താ? എടാ അവള് കാണാൻ ലക്ഷ്മിക വന്ദാനെ പോലെയൊക്കെ തന്നെയാണ്, പക്ഷെ ഒരു പണി ഉണ്ടല്ലേ, അവള് കല്യാണം കഴിഞ്ഞത്. അതിനെന്താ, നിനക്ക് അന്നൊരു വിഷയമില്ലാത്ത കേസല്ലേ? എടാ അവളുടെ ഭർത്താവേ NSGയിലെ കമാൻഡോ ആടാ. ബെസ്റ്റ്. ഉണ്ട പോണ വഴി ആലോചിക്കാനുള്ള സമയം പോലും കിട്ടില്ല മോനെ. അതല്ലേ ഞാൻ നൈസായിട്ട് സ്കൂട്ടായി. എടാ ഈ ഒരേ സമയം നീ എത്ര പെമ്പിള്ളേരാടാ വളയ്ക്കാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ടാണ് നിനക്ക് ഒരാൾ പോലും സെറ്റ് ആവാതെ പോകുന്നത്. ഇനി ദുർവാസാവ് മഹർഷിയുടെ ശാപം കൂടിയേ വേണ്ടിയിരുന്നുള്ളൂ. ശാപമൊന്നുമല്ല, നീ കുറെ നാൾ ഓഫീസിൽ മീരയുടെ പുറകെ നടന്നു. അവള് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാതിരുന്നപ്പോൾ ബാക്കിയുള്ളവരുടെ പുറകെ പോയി. എന്നിട്ട് എന്തായി? അവസാനം മീര ഓഫീസിൽ നിന്ന് തന്നെ പോയി. മീര എവിടെ പോയി? സാറ് എന്ന് പറഞ്ഞില്ലല്ലേ, മീരയെ ട്രാൻസ്ഫർ ചെയ്തു. ആര്? എന്തിന്? എങ്ങനെ? ആ കൃഷ്ണ സാറിനോട് പോയി ചോദിക്കും. അങ്ങനെയാണ് ഇതെല്ലാം ചെയ്തു വെച്ചത്. പാവം, അവളൊരു യാത്ര പോലും പറഞ്ഞില്ല. അവളിപ്പോൾ എന്ത് ചെയ്യുന്നു? അല്ലടാ, ഇന്റേൺഷിപ്പിൽ വന്നൊരു പെൺകുട്ടിനെ ഏത് കണക്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാ? അതും നീ അങ്ങേരോട് പോയി ചോദിക്കും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ചോദിക്കടാ, ഞാൻ ചോദിക്കൂ. എനിക്കങ്ങനെ ആരും പേടിയൊന്നുമില്ല. ഞാനേ തീ കുത്താണ്, തീ കുത്ത്. താങ്ക് യു. തീ കുരുത്തവും പൊക്കം വന്നോ? ശല്യം. May I come in, sir? രാകേഷ്, come on, sit. രാകേഷേ, നമ്മുടെ RP മെഡിക്കൽസിന് നമ്മൾ ചെയ്തൊരു ടെസ്റ്റ് ഷൂട്ടില്ലേ, അതിൻ്റെ കളർ ഒന്ന് എൻഹാൻസ് ചെയ്യണേ. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് രാകേഷിന് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു സാർ. നമ്മുടെ എഡിറ്റിംഗ് ടീമിന് ഞാനത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ നിന്ന് അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടുകയും ഞാൻ സാറിന് അയക്കാം. വെരി ഗുഡ്. രാകേഷേ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ക്ലയൻ്റ് ആണേ. അപ്പം ടെസ്റ്റ് ഷൂട്ടാണെന്ന് വെച്ചാൽ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യാൻ പാടില്ല. രാകേഷ് മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലായി സാർ, മനസ്സിലായി. വെരി ഗുഡ്. ബൈ ദ വേ, രാകേഷ് എന്തായിരുന്നു വന്നേ? സാർ നമ്മുടെ മീരയ്ക്ക് ഞാനൊരു വർക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മനു പറയുന്നത് ട്രാൻസ്ഫർ ആയിരുന്നു, മീര അവിടെ നിന്ന് പോയി എന്നൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട്. അല്ല, അത് അങ്ങനെ ട്രാൻസ്ഫർ ഒന്നും അല്ല. പെട്ടെന്ന് ചെന്നൈ ഓഫീസിൽ ഒരു റിക്വയർമെൻറ്റ് വന്നു. അപ്പോൾ നമുക്കാണല്ലോ ഏറ്റവും അടുത്ത് ചെന്നൈയിൽ എത്താൻ പറ്റുന്നത്. അങ്ങനെ മീര നേരത്തെ ചെന്നൈയിൽ വർക്ക് ചെയ്തിരുന്നുകൊണ്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ പരിചയമുണ്ട്. മീരയോട് ചോദിച്ചപ്പോൾ മീര സമ്മതിക്കുകയും ചെയ്തു. അത്രേ ഉള്ളൂ. അല്ല സാർ, നമ്മുടെ ഈ ഇന്റേൺഷിപ്പിന് വരുന്ന ആൾക്കാർ അങ്ങനെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ശീലം നമ്മുടെ കമ്പനിക്ക് ഇല്ലല്ലോ.
അല്ല രാകേഷ്, അതാ ഞാൻ പറഞ്ഞത്, അതൊരു ട്രാൻസ്ഫർ ആയിട്ടൊന്നും കണക്കാക്കണ്ട. മീരയുടെ എക്സ്പെൻസ് കമ്പനി നോക്കും, പിന്നെ മീരയുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ പെർമനന്റ് ആയിട്ട് എടുക്കുകയും ചെയ്യും. ഓക്കെ സാർ. അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരു ടെൻഷനെ. അയ്യോ അതൊന്നും ഓർത്ത് രാകേഷ് ടെൻഷൻ അടിക്കണ്ട, അതിനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. അതുമല്ല, ഞാൻ അതൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കുട്ടി പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. കിട്ടിയോ? അല്ല, കുട്ടിയോ സാർ? ആൺകുട്ടിയാണോ അല്ലെങ്കിൽ പെൺകുട്ടിയാണോ? ആരായാലും എന്താ രാകേഷ്, നമ്മുടെ ജോലി കൃത്യമായിട്ട് നടന്നാൽ പോരെ. അത് ശരിയാണ്, നമ്മുടെ ജോലി കൃത്യമായിട്ട് നടന്നാൽ മതി. അല്ല, എന്നാലും സാർ ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാ. ആകാംക്ഷ മനസ്സിലായി. പെൺകുട്ടിയാണ്, ഇന്നോ നാളെ ജോയിൻ ചെയ്യും. അതേതായാലും നന്നായി. എക്സ്ക്യൂസ് മീ. അല്ല, നമ്മുടെ മീര പോയതിനു ശേഷം വർക്കിൽ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അതില്ലാതെ അങ്ങോട്ട് പോവല്ലോ. രാകേഷ് ഇവിടെ നിന്ന് സംസാരിച്ചോണ്ടിരുന്നാലും വർക്കിന് ഗ്യാപ്പ് വരും. ശരിയാ. എന്നാ ഞാനെന്നാലും അങ്ങോട്ട്. ആയിക്കോട്ടെ. മോനെ രാകേഷേ, നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എവിടം വരെ പോകും ഞാൻ നോക്കട്ടെ. നിനക്ക് മതിയല്ല? ഇല്ല, എനിക്ക് മതിയായില്ല. മീരയ്ക്ക് പകരെ ഒരു പുതിയ കുട്ടി ഇരുന്നുണ്ടെന്ന് കേട്ടു. അതിന് അതിനൊന്നുമില്ല. ഇനി അവളായിരിക്കുമോ എൻ്റെ സ്വപ്നസുന്ദരി? എന്റെ പൊന്നു മോനെ, ഈ മുടിയൊക്കെ കഴിച്ചൊരു പെണ്ണ് വേഷം കെട്ടി വന്നിരുന്നാ നീ പറയും നിന്റെ സ്വപ്ന സുന്ദരി ഞാനാണെന്ന്. എടാ, നിനക്ക് അസൂയാണ്, അസൂയ. എന്റെ പൊന്നു മോനെ, വരുന്ന പെൺകുട്ടിയുടെ ഭർത്താവല്ല ഗുണ്ടയാവരുന്ന നീ പ്രാർത്ഥിച്ചോ. നീ അതൊന്നും പറഞ്ഞ് നീ എന്നെ വെട്ടാൻ നോക്കണ്ട. അങ്ങനെയൊന്നും തളരിലട. ഞാൻ മിക്കവാറും അവളെൻ്റെ ഹൃദയം കീഴടക്കും. Excuse me.